ഈ സ്നാക്കിന് നമുക്ക് ഒത്തിരി ഫില്ലിങ്സ് വേണം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ക്യാബേജ്, പിന്നെ ശകലം കരിവേപ്പില, ശകലം മല്ലിയില, പിന്നെ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ഒരു എഗ്ഗിൻ്റെ നമ്മൾ ജസ്റ്റ് സ്ക്രിബിൾ ചെയ്തെടുക്കും എഗ്ഗിനെ. അപ്പോൾ അത് ആദ്യം നമുക്കത് ചെയ്യാം. എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം നമുക്ക്. ഒരുപാട് സാധനം വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതല്ല, കുറച്ച് മതി. എല്ലാം കുറച്ച് അത്യാവശ്യം ടേസ്റ്റിനുള്ള സാധനങ്ങൾ മാത്രം മതി. ഇതൊന്ന് സ്ക്രിബിളായി കഴിയുമ്പോഴേ നമ്മളിതിലേക്ക് നമ്മൾ ആ ചിക്കൻ്റെ പീസസ് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കുക. ഇതിനകത്ത് വെള്ളമയമൊക്കെ ഒന്ന് പോകണമല്ലോ, അതിന് വേണ്ടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിനെ എടുത്ത് വെച്ച് നമുക്ക് വെജിറ്റബിൾ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ കൂടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് അതുമല്ല അങ്ങ് അലിഞ്ഞു പോകും. പിന്നെ ഇതാവുമ്പം ഇത് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിതിനെടുത്ത് വെച്ച് ഇതിലേക്ക് നമ്മളടുത്ത വെജിറ്റബിളെല്ലാം കൂടെ ഇട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ആ എഗ്ഗിട്ടതിനകത്തോട്ട് ചീഞ്ചട്ടിയിലോട്ട് തന്നെ ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില, കരിവേപ്പില എല്ലാം ഇട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊട്ടി വെച്ച് ആവി കയറ്റണം. അപ്പോൾ ശകലം ഉപ്പും അതിനകത്തിട്ട് കൊടുത്തേക്കണം, ശകലം മുളക് പൊടി. ഉപ്പും മുളക് പൊടിയും കൂടെ അങ്ങിട്ട്, മുളക് പൊടി ഒരു എരിവിന്, ഇല്ലെങ്കിൽ നമുക്കതിനൊരു ടേസ്റ്റ് തോന്നത്തില്ല. അതുകൊണ്ട് ഒരു എരിവിനും മാത്രം ഒരു ശകലം മുളക് പൊടിയും കൂടെ അതിനകത്തിട്ട് നമ്മൾ ഒന്ന് നല്ലവണ്ണം ഇളക്കി നമ്മൾ അതിനെ ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴത്തേക്കത് വെന്തോളും. ഇനി അതിനകത്തേക്ക് നമ്മുടെ ചിക്കനും എഗ്ഗും ഒരു ശകലം ഒരു പിഞ്ച് ഗരം മസാലയും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ശകലം ഗരം മസാലയും കൂടെ അതിനകത്തേക്കിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിങ്സ്. അപ്പോൾ ഈ ഫില്ലിങ്സിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോണം. ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കി മാറ്റി വെക്കുക. ഇനി അടുത്ത് നമ്മളുടെ മാവ് അരച്ചുകൊണ്ട് വരിക. അത് വെച്ച് ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കി അതിനകത്ത് വേണം നമ്മളിത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞാൻ മാവ് അരച്ചു ഞാനിവിടെ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്കാണ്. അതായത് നമ്മുടെ മെഷറിങ് കപ്പിന് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് പാല് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്, 1/4 സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്. ഇത്രയും കൂടി ഇട്ടാണ് ഞാനിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഭംഗിയായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതുവരെ പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മൾ അരച്ചെടുത്ത മാവ്. ഇതിനി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു പാൻ വെച്ച് പാനിനകത്ത് കട്ടി കുറഞ്ഞ് തിൻ ഷീറ്റ് പോലെ ഒരു സാധാരണ ദോശ പോലെ ചുട്ടെടുക്കണം. ഓക്കെ, പാൻ അടുപ്പിൽ വെച്ച് നല്ലവണ്ണം ചൂടായി കഴിയുന്ന ഉടനെ നമ്മളതിലേക്ക് ഒരു തവി വീതം കോരി ഒഴിക്കുക. അത് നല്ലവണ്ണം നിരത്തി നമുക്ക് എത്ര തിന്നാക്കാമോ അത്രയും തിന്നാക്കി എടുക്കുക. എന്നിട്ടൊന്ന് മൂത്ത് കഴിയുന്ന ഉടനെ നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ച് 3-4 എണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ പാറ്റീസ് ഉണ്ടാക്കാൻ വെക്കും. ഇതാണ് നമ്മളുടെ ഷീറ്റ്, അതായത് പാറ്റീസ് ഉണ്ടാക്കാനുള്ള കവറിങ് ഷീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, റവയും മൈദയും പഞ്ചസാര, ഉപ്പ്, പിന്നെ പാല്, ശകലം ഈസ്റ്റ്, ഇത്രയും സാധനം കൂടി അരച്ചതാണ്. അരച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അരച്ചെടുത്താണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനത്തെ ഒരു 5-6 ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. എത്ര എണ്ണം വേണോ, എത്ര നമ്പർ ഓഫ് പാറ്റീസ് നമുക്ക് വേണോ അതത്രയും ഷീറ്റുകൾ ഉണ്ടാക്കുക. ഞാനത് ആകിയിട്ട് നമ്മൾ ആ മാവ് വെച്ചുണ്ടാക്കിയ ഷീറ്റുകളാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഫില്ലിങ്സ് ഓരോന്നിനകത്തും നമ്മൾ ആ ഫില്ലിങ്സ്
ഇടണം, കുറേശ്ശെ ഫില്ല് ചെയ്യണം. ഇട്ടു. എന്നിട്ട് നമ്മൾ 4 വശവും മടക്കുക. ഒരു വശം മടക്കി അടുത്ത വശം മടക്കി നല്ല ടൈറ്റായിട്ട് വേണം ഇത് ചെയ്യാൻ. മടക്കി ഇനി നമുക്ക് വേണ്ടുന്നത് ഈ വശവും നമ്മൾ ടൈറ്റായിട്ട് മടക്കിയിട്ട് അതിനെ കമത്തി ഇവിടെ മാറ്റി വെക്കുക. ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വരാം. നമ്മളൊരു പാന് അടുപ്പിൽ വെച്ചു. വീണ്ടും അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒന്ന് ചുറ്റിച്ച് എല്ലാവരും ഒന്ന് ആവത്തക്കോണം ഒന്ന് കറക്കി വെക്കുക. എന്നിട്ട് ആ എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ ഓരോന്ന് കവർ ചെയ്ത് വെച്ചത്, നമ്മളുടെ ഫില്ലിങ്സ് വെച്ച് അത് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഏതാണ്ട് 4 എണ്ണം പറ്റത്തുള്ളൂ എൻ്റെ പാനിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് 6 എണ്ണം ഒന്നിച്ച് വെക്കാമായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ മറുവശം ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുന്ന മറുവശം ഒന്ന് തിരിച്ചിട്ട് മറുവശവും കൂടി ഒന്ന് ഫ്രൈ ആക്കിക്കൊണ്ട് മാറ്റി നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അധികം അങ്ങ് നമുക്ക് ഫ്രൈ ആവണ്ട, ഒന്ന് ഫ്രൈ ആയാൽ മതി. നമ്മളിപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ വശം അതുപോലെ ഒരു പിങ്ക് ഒരു ചെറിയ ബ്രൗണിഷ് നിറം വന്നു കഴിയുമ്പോൾ നമ്മളത് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂടോടെ തന്നെ കഴിക്കാമെങ്കിൽ നന്ന്, അതിന് നല്ല ടേസ്റ്റ് കാണും. ഒന്ന് ഫ്രൈ ആയി കിട്ടണം, നമുക്ക് ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. ഒന്ന് സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ പോകാതൊക്കെ. ഞാൻ വേറെ വെച്ച് ഒട്ടിക്കാനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടും, അല്ലാതെ ഇളകി പോത്തില്ല കേട്ടോ. ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ നമ്മുടെ മറിച്ചിടുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോണേ. ഏകദേശം ഇത് എടുക്കാറായിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ, സ്പേസ് കിട്ടും. ചെറിയ പാത്രമായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് ഇതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാറ്റീസ്. അതായത് വൈകിട്ടത്തെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതിന് അത്യാവശ്യം വെജിറ്റബിളും ചിക്കനും എഗ്ഗും എല്ലാം വഹിച്ച് ചെല്ലും. അപ്പോൾ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.